ഞാനതിനെ തടയില്ല. പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് ഭീകരവാദികളുടെ പിന്തുണ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ 4 ദിവസം എടുത്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും സംശയം ഉണ്ടാവും. ആ സംശയങ്ങളൊക്കെ അവർ നിർത്തി വർത്തിക്കണം. ഈ ആറ്റിങ്ങലെ തെരഞ്ഞെടുപ്പ് രംഗം അസാധാരണമാം വിധം ചൂടുപിടിക്കുകയാണ് എന്ന് പറയാം. കാരണം നമ്മൾ ഇവിടുത്തെ ആൾക്കൂട്ടം ഇപ്പോൾ പേയാടാണുള്ളത്. പേയാടത്തെ ആൾക്കൂട്ടമൊക്കെ കാണുമ്പോൾ ആ നിലയിൽ ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ് 3 മുന്നണികളും. എങ്ങനെയുണ്ട്? നമ്മൾ ഈ ഒരു പര്യടനത്തിലേക്ക് കടക്കുകയാണ്, ഇനി വാഹന പ്രചരണ ജാഥകളിലേക്കൊക്കെ മാറുകയാണ്. എങ്ങനെയുണ്ട് ഒരു ട്രെൻഡ് ഇപ്പോൾ? ഓരോ ദിവസം കഴിയുന്തോറും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനുമുള്ള ജനപിന്തുണ, ആ ജനപിന്തുണ വർദ്ധിച്ചു വരുന്നു എന്നാണ് എനിക്ക് ഈ പര്യടനത്തിലൂടെയും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെയും ബോധ്യമായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കേന്ദ്രമന്ത്രിമാരൊക്കെ എത്തുന്നു. അപ്പോൾ LDFിൻ്റെയും UDFിൻ്റെയും ട്രാക്ക് മാറുകയാണ്. അവരിപ്പോൾ കേരള സ്റ്റോറിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നത് അതിനെതിരെ പ്രതിഷേധങ്ങളുമായി എത്തുന്നു. എങ്ങനെയാണ് അതിനൊക്കെ കാണുന്നത്? ഭരണഘടന ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, ആ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കണം എന്ന് പറയുന്ന ആളുകൾ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ്. അവർ സ്വയം ഇത്രയും കാലം പറഞ്ഞു നടന്നിരുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ, ആ അടിസ്ഥാന തത്വങ്ങൾ വാസ്തവത്തിൽ അവർക്ക് അതിനോട് വലിയ താല്പര്യമില്ല, അതിനോട് അവർക്ക് വിശ്വാസമില്ല. അവർക്ക് രുചികരമായിട്ടുള്ളത് മാത്രം പ്രക്ഷേപണം ചെയ്താൽ മതി എന്ന് പറയുന്നത് പഴയ കമ്മ്യൂണിസ്റ്റ് ചൈനയിലെയും കമ്മ്യൂണിസ്റ്റ് റഷ്യയിലെയും ഒരു സംവിധാനം, ആ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കണം, അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കേരളം കമ്മ്യൂണിസ്റ്റ് കേരളമല്ല, ജനാധിപത്യ കേരളമാണ്, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള സ്ഥലമാണ് എന്നെങ്കിലും മനസ്സിലാക്കണം. ഈ അങ്ങ് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളാണല്ലോ. ഈ വിഷയം പറയുന്നതും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപാടുകളൊക്കെയാണ്. അങ്ങനെ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യേണ്ട സാഹചര്യമുണ്ടോ? അതൊക്കെ കലാകാരൻ്റെ അഭിപ്രായത്തിൽ പെടുന്നതാണ്. കലാകാരന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം നിയമങ്ങൾക്കെതിരാണെങ്കിൽ അത് പരിശോധിക്കാൻ സെൻസർ ബോർഡും നമ്മുടെ കോടതികളുമുണ്ട്. ആ കോടതികളിലും സെൻസർ ബോർഡിലും പരിശോധിച്ച് അതിൽ കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ അതിന് തടസ്സം ഉന്നയിക്കുന്നത് കോടതികളിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിനെ തടയാൻ കഴിയാത്തതുകൊണ്ട് ഒരു ബഹളമുണ്ടാക്കി തടയാൻ സാധിക്കുമോ എന്നുള്ള ശ്രമം ഒന്ന്. രണ്ടാമത് ഭീകരവാദികളോടുള്ള ഇവരുടെ ഒരു മൃദു സമീപനം, ആ മൃദു സമീപനം നേരത്തെ തന്നെ അവർ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. വീണ്ടും ഒരിക്കൽ കൂടി ഭീകരവാദികളുടെ പക്ഷത്താണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ഒരു 10 വോട്ടെങ്കിലും ആ വഴിയിൽ കിട്ടുമോ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ പിന്നിലുള്ള കാരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുക UDF. സ്വാതന്ത്ര്യമുണ്ടല്ലോ എല്ലാവർക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് വേണ്ടിയല്ലേ. ഒരു കാര്യം കൂടി ചോദിച്ചാലേ, ഇപ്പം വലിയ തോതിൽ പ്രചരണമൊക്കെ നടക്കുന്നു. ഈ ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ ഇത്തവണയൊക്കെ UDF സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത് ഇരട്ട വോട്ട് പ്രശ്നമാണ്. ഇന്നലെ കളക്ടർ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു പ്രശ്നം ആറ്റിങ്ങൽ ഇല്ല എന്ന്. എങ്ങനെയാണ് NDA സ്ഥാനാർത്ഥി അതിനെ കാണുന്നത്? ഞങ്ങൾ കള്ളവോട്ട് ചേർത്തിട്ടില്ല. അതുകൊണ്ട് കള്ളവോട്ട് ചേർത്തതിനെക്കുറിച്ച് UDF MPക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ആരാണ് ചേർത്തതെന്നും കൂടി അദ്ദേഹം പറഞ്ഞാൽ മതി. LDF എന്നാണ് പുള്ളി പരസ്യമായി രഹസ്യമായൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ആരോപണം. അവർ തമ്മിൽ സൗഹൃദത്തിലല്ലേ, അവർ പരസ്പരം സംസാരിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം.